ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പ്രേക്ഷകർക്ക് തിരുവോണ ആശംസകൾ. അങ്ങനെ അലീന എല്ലാത്തിനും ഇടപെടാൻ തുടങ്ങിയതിൽ പൗലോസിന് വലിയ തൃപ്തിയില്ല. ബൈജുവിനെയും ആൻ്റപ്പനെയും വിളിച്ച് മാർക്കറ്റിൽ പോകാനുള്ള സഞ്ചിയും ലിസ്റ്റുമൊക്കെ റെഡിയാക്കി വണ്ടിയിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും അലീന അവിടെ എത്തി. എവിടെ പോവാനാ എന്ന് ചോദിക്കുന്നു. മാർക്കറ്റിൽ എന്ന് പൗലോസ് പറയുന്നുണ്ട്. ലിസ്റ്റൊക്കെ എഴുതിയോ, കാണിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എഴുതി വാങ്ങിച്ചു വന്നിട്ട് കാണിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് പൗലോസ്. മതി എന്ന് അലീനയും പറയുന്നു. പൗലോസിന് എത്രയും വേഗം അലീനയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടണം. അതിനായി വേഗം വണ്ടിയെടുക്ക്, പലചരക്കുകാരന്റെ മകന്റെ മാമോദീസയ്ക്ക് പോകാനുള്ളതാ, അയാൾ കട ഉച്ചയ്ക്ക് അടയ്ക്കും എന്ന് പറയുമ്പോൾ ആൻ്റപ്പൻ ചോദിക്കുന്നുണ്ട്, അതിന് അയാളുടെ മക്കളൊക്കെ വലുതായതല്ലേ എന്ന്. ഇയാളുടെ ഒരു കാര്യം എന്ന് പിറുപിറുത്ത പൗലോസ് വേഗം വണ്ടിയിൽ കയറുന്നു. ഇതോടെ അലീനയ്ക്ക് എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. അവർ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നപ്പോൾ അലീന ബുക്കും പേനയുമായി വന്ന് എല്ലാ സാധനങ്ങളുടെ കിലോയും വിലയും ഒക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ വ്യത്യാസങ്ങളും കള്ളത്തരങ്ങളും ഉള്ളതായി അലീന കണ്ടുപിടിച്ചു. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ 3 പേരും ഒന്നും മിണ്ടുന്നില്ല. സാധനങ്ങളൊക്കെ തിരിച്ച് വണ്ടിയിൽ കയറ്റി വെച്ചിട്ട് കടയിലേക്ക് പോയി കടക്കാരനോട് ചോദിക്കാമെന്ന് പറയുന്നുണ്ട് അലീന. വല്യപ്പച്ചനും അലീനയുടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. വേഗം പറഞ്ഞോ, പൗലോസ് മിണ്ടിയില്ലെങ്കിലും ബൈജുവോ ആൻ്റപ്പനോ പറഞ്ഞാലും മതി എന്ന് പറയുന്നുണ്ട് വല്യപ്പച്ചൻ. വണ്ടിയിൽ സാധനങ്ങളുമായി പോകുമ്പോൾ അലീന പറയുന്നുണ്ട്, ഈ ഗേറ്റ് കടക്കുന്നത് വരെ നിങ്ങൾക്ക് സത്യം പറയാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല എന്ന്. എന്നിട്ടും ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് വല്യപ്പച്ചൻ പറയുന്നുണ്ട്, ഇനി ഒന്നും നോക്കാനില്ല മോളെ, വണ്ടി നേരെ കടയിലേക്ക് വിടാം എന്ന്. അവിടെ എത്തി ഇങ്ങനെ കണക്ക് പറയുമ്പോൾ പൗലോസ് വീണ്ടും പിടിയിലാകും. നിക്കക്കള്ളിയില്ലാതെ അവിടെ നിന്നും പൗലോസിന് പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇത്രയൊക്കെയാണ് പ്രൊമോവായി കാണിച്ചത്. പ്രൊമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രൊമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.